JRCM ഞങ്ങള് ഗുഡ് ഡോട്ട് അച്ചീവേഴ്സ് സെലിബ്രേഷന് മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. നമ്മുടെ ഗ്രേറ്റ് സ്റ്റാർ എമറാൾഡ് നാരായണൻ സാറും സൗത്ത് ഇന്ത്യയിലെ ഗുഡ് ഡോട്ടിന്റെ ഏറ്റവും വലിയ PV അച്ചീവർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഗുഡ് ഡോട്ട് PV അച്ചീവർ മിഷൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന കിരൺ ബാബു സാർ, അദ്ദേഹത്തിന്റെ കൂടെ പ്ലസ് നമ്മുടെ ഗ്രേറ്റ് ടെക്നിക്കൽ അച്ചീവർ ജയൻ സാർ, ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ ഒരു വാഹനത്തിൽ കോട്ടക്കൽ സെലിബ്രേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ ഹൈവേ ആണ്. പണ്ടൊക്കെ കോഴിക്കോട് നിന്ന് 1.5 മണിക്കൂർ 1.25 മണിക്കൂർ സമയം വേണം കോട്ടക്കൽ എത്താൻ. ഈ കാല് വെച്ച് എടുക്കുമ്പോഴേക്കും നമ്മൾ കോട്ടക്കൽ എത്തിപ്പോയി. എന്തായാലും എല്ലാവർക്കും ആശംസകൾ. JRCM. അദ്ദേഹത്തിന്റെ ധാരാളം തലമുറയ്ക്ക് പോലും സുഖ സൗകര്യങ്ങൾ, സമ്പത്ത്, സമൃദ്ധി എല്ലാം കൊടുക്കാൻ പറ്റുന്ന അവസരമുണ്ട്. ഈ അവസരത്തെ കാണിച്ചു കൊടുക്കുമ്പോൾ മാത്രമേ RCM വളരത്തുള്ളൂ. വെറുതെ ഉൽപ്പന്നം വാങ്ങി ഉപയോഗിച്ച് നിന്നാൽ മാത്രം മതിയോ? പോരാ. 2000 ഓഗസ്റ്റ് മാസം ഞാൻ 2000-ലാണ് ഞാൻ RCM സ്റ്റാർട്ട് ചെയ്തു. 2005-ലാണ് ഞാൻ RCMലേക്ക് തകർത്ത് നിന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സഫലീകരിക്കാൻ വേണ്ടി ഒരു വലിയ അവസരമുണ്ട്, ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ എന്നെ ആ പാൻപീസ് എന്റെ കയ്യിലേക്ക് തന്നത്. അങ്ങനെ ഞാൻ ആ പാൻപീസുള്ള ഓപ്പർച്യൂണിറ്റി കണ്ടെത്താൻ ശ്രമിച്ചു, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായി. അങ്ങനെ ഞാൻ ഇന്ന് RCM ജീവിച്ച് ഞാൻ റൂബി എന്ന ലെവലിൽ എത്തിയിരിക്കുകയാണ്. റൂബി എന്ന ലെവലിൽ എത്തിയാൽ എന്താ ഗുണം കിട്ടുക? റൂബി എന്ന ലെവലിൽ എത്തിയാൽ എന്താ ഗുണം കിട്ടുക? കൈവക്കിയേ. റൂബി ആയാൽ എന്ത് കിട്ടും? റൂബി ആയാൽ എന്ത് കിട്ടും? എന്തിട്ടു? ഫുൾ ടൈം ഹാപ്പി. ഓക്കെ. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർക്ക് റൂബിക്ക് എന്ത് കിട്ടുന്ന അറിയില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. റൂബിക്ക് എന്ത് കിട്ടുമെന്നും റോയൽറ്റിക്കാർക്ക് എന്ത് കിട്ടുമെന്നും ടെക്നിക്കൽ എന്ത് കിട്ടുമെന്നും ആർക്കും അറിയത്തില്ല. ഇതറിയണം. ഇത് വലിയൊരു മഹാസാഗരമായി കിടക്കുകയാണ്. ഇതിൽ നിന്ന് മൊത്തം പൗളേക്ക് എടുക്കാൻ വേണ്ടി പറ്റും. കുറെ തലമുറ രക്ഷപ്പെടും. ഇവിടെ വന്ന് ഗുഡ് ഡോട്ടിന്റെ ഭക്ഷണം കഴിച്ച് പോയാൽ പോരാ. ഈ ഗുഡ് ഡോട്ടിന്റെ ഭക്ഷണത്തിനകത്ത് കുറെ തലമുറകളുടെ ആരോഗ്യവും സമ്പത്തും സമൃദ്ധിയും കാണാൻ വേണ്ടി പറ്റണം. അത് കണ്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം നിങ്ങൾക്ക്. 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ, ഒരു സിംഗിൾ റുപ്പീസ് 1 രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാതെ എത്ര വേണമെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി പറ്റും. ആ സമ്പാദ്യം നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ തലമുറയ്ക്ക് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്, അതാണ് ഗ്രാബ് ചെയ്തെടുക്കേണ്ടത്, അതാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. അപ്പൊ വീട്ടിൽ വന്നാൽ കാര്യങ്ങൾ പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം. എന്നെ മെമ്പർഷിപ്പ് പഠിപ്പിച്ചത് ശ്രീ ഗോപകുമാർ സാറാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഗ്രേറ്റ് സഫയർ CR മൂസാറിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നതും ശ്രീ ഗോപകുമാർ സാറാണ്. മൂസാറെ ഞാൻ RCMൽ വന്ന് 1.5 വർഷം കഴിഞ്ഞാണ് പരിചയപ്പെടുന്നത്. RCMൽ വരുന്നതിന് മുമ്പ് ഗോപകുമാർ സാർ എയർഫോഴ്സിലായിരുന്നു, മൂസാർ എയർഫോഴ്സിലായിരുന്നു. എയർഫോഴ്സിൽ നിന്ന് സ്വദേശമായിട്ടുള്ള കോഴിക്കോട് ലീവിന് വന്ന് തിരിച്ചു പോകുമ്പോൾ വളരെ ആകർഷകമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയിലാണ് RCM എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു തരുന്നതും ഞാൻ RCMലേക്ക് മെമ്പറായിട്ട് വരുന്നു. മെമ്പർഷിപ്പ് എടുക്കണമെങ്കിൽ അന്ന് ബാംഗ്ലൂരിൽ പോകണം. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ അവരുടെ ഓഫീസ് റൂമിൽ ചെറിയൊരു ഔട്ട്ലെറ്റ്, നമ്മുടെ നാട്ടിലൊക്കെ ഡിസ്പ്ലേ വാൾ പോലുള്ള ഒരു ഔട്ട്ലെറ്റ് അവിടെ നടത്തുന്നുണ്ട്. അവിടെ പോയിട്ടാണ് ഞാൻ 1500 രൂപ മെമ്പർഷിപ്പ് ഫീസ് കൊടുക്കണം. ഇന്ന് RCMൽ മെമ്പർഷിപ്പ് ഫീസ് വേണോ? വീട്ടിലേക്ക് 2000 രൂപ വാങ്ങിക്കുന്ന ആർക്കും RCMൽ മെമ്പർ ആവാം. അന്ന് അത് പറ്റില്ല. 1500 രൂപ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്ത് അവിടുന്ന് ഒരു ആപ്ലിക്കേഷൻ പോകും. അതിന്റെ കൂടെ ചെറിയൊരു ബാഗിൽ 3 ജോഡി പാന്റ് ഷർട്ട് കിട്ടും. അത് വാങ്ങിച്ച് മെമ്പറായി എന്റെ കയ്യിലുള്ള 3500 രൂപയ്ക്ക് പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഞാൻ കേരളത്തിലേക്ക് വന്ന് ആ പ്രൊഡക്റ്റുമായിട്ട് കോഴിക്കോടുകാരെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് RCM തുടങ്ങുന്നത്. 2005 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് കേരളത്തിലെ ആദ്യത്തെ ഷോപ്പ് തുടങ്ങുന്നത്. രാജസ്ഥാനിലെ ബിൽവാരയിൽ പോയി പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കോഴിക്കോട് ചെറിയൊരു ഔട്ട്ലെറ്റ് ഉദ്ഘാടനം ചെയ്ത് അവിടെ നിന്നാണ് കേരളത്തിലെ തുടക്കം. അതിനുശേഷം 5 ഷോപ്പുകൾ
രാജസ്ഥാനിൽ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് കേരളത്തിൽ തുടങ്ങിയ ശേഷമാണ് കമ്പനിയുടെ ഒരു പ്രൊജക്ട് ഡിപ്പോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് കേരളത്തിൽ വരുന്നത്. ആദ്യത്തെ ഡിപ്പോ ചെങ്ങന്നൂരാണ് വരുന്നത്, രണ്ടാമത്തെ ഡിപ്പോ കോഴിക്കോടാണ് വരുന്നത്, മൂന്നാമത്തെ ഡിപ്പോ തൃശ്ശൂരാണ് വരുന്നത്, നാലാമത്തെ ഡിപ്പോ മലപ്പുറത്ത് വരുന്നു, അഞ്ചാമത്തെ ഡിപ്പോ കണ്ണൂർ വരുന്നു, ആറാമത്തെ ഡിപ്പോ കൊല്ലത്തിന്റെയും തിരുവനന്തപുരത്തെയും ബോർഡറിൽ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇങ്ങനെ 6 ഡിപ്പോ ഉണ്ട്. 7ാമത് ഡിപ്പോയ്ക്കുള്ള സ്ഥലം ഓൾറെഡി കമ്പനി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. കോഴിക്കോട് വേങ്ങേരി ബൈപ്പാസിലായിട്ട് അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. ആസിമിന്റെ ഹെഡ് ഓഫീസിൽ പോയി കണ്ടിട്ട് എത്ര പേരുണ്ട്? വരുന്ന 5 തലമുറയ്ക്കുള്ള ഒരു വലിയ വിഷനോടുകൂടി കമ്പനി അതിന്റെ പ്രവർത്തനങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞു. 560 ഏക്കർ സ്ഥലത്ത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഹെഡ് ഓഫീസിന്റെ തൊട്ടടുത്തായിട്ട് ഏകദേശം 2000 ഏക്കർ സ്ഥലം കമ്പനി ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളുടെ മാനസികാവസ്ഥ എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ഇത്രയും വലിയ ബൃഹത്തായ കമ്പനിയുടെ കാശ്മീർ മുതൽ കേരളം വരെയുള്ള അവരുടെ ഓൺ അസറ്റിന്റെ ഒരു വാല്യൂ കണക്കാക്കിയാൽ ഏകദേശം 50,000 കോടിയുടെ അസറ്റ് വാല്യൂ ഉള്ള ഒരു കമ്പനിയുടെ വൺ ഓഫ് ദി മെമ്പർ ആണ് ഇവിടെ ഇരിക്കുന്നത്. ആണോ? മെമ്പർ ആണോ? മെമ്പർ ആയിട്ടുള്ള ആളുകൾക്ക് കൈവച്ച് ഞാൻ ആസിഫിന്റെ മെമ്പറാണ്. നമ്മുടെ കമ്പനിയുടെ MD പേരെന്താ? TC ചാവള. അദ്ദേഹം പറയുന്നത് എന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരാളും RCM കമ്പനിയുടെ മെമ്പർ അല്ല, RCM കമ്പനിയുടെ വൺ ഓഫ് ദി പാർട്ട്ണറാണ്. ഒരു നയാ പൈസ നിങ്ങൾ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണ്ട. പക്ഷെ ഈ കമ്പനി ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്നതിലൂടെ അതിന്റെ 45% പ്രോഫിറ്റിന് അർഹരായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ RCM വേൾഡിന്റെ എൻട്രൻസ് അങ്ങനെ കിടക്കുമ്പോൾ തന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷൻ വിങ്ങിന്റെ വലിയ ഭിത്തിയിൽ എഴുതിയിട്ടുണ്ട്, ഇന്ത്യയിൽ മേം മാലിക് ഹൂ, ഞാൻ ഈ കമ്പനിയുടെ മുതലാളിയാണ്. അത് വായിച്ചിട്ട് വേണം നിങ്ങൾ അങ്ങോട്ട് കയറാൻ. അതുകൊണ്ട് തന്നെ ആ കമ്പനിയുടെ ഏത് ഫാക്ടറിയിൽ നിന്നും ഏത് ലാബിൽ നിന്നും നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാം, അതിന്റെ പ്രവൃത്തികൾ കാണാം, അത് നിരീക്ഷിക്കാം, അത് വീഡിയോ എടുക്കാം. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും ഭേദഗതികളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ മുമ്പാകെ വെക്കുകയും ചെയ്യാം. ഓക്കെ, സമയമില്ല, അതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ട് എനിക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവാം. കമ്പനി RCM വേൾഡിന്റെ ഒരു എൻട്രൻസ് വ്യൂ ആണ്. 560 ഏക്കർ സ്ഥലമൊന്നും നമുക്ക് ഒരുമിച്ച് കാണിച്ചു തരാൻ പറ്റില്ല. നേരെ ചെല്ലുമ്പോൾ കാണാം, രാജസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ്. തരിശാണ് മൊത്തം. പക്ഷേ RCM വേൾഡിലേക്ക് ചെന്നാൽ നമ്മുടെ കേരളത്തെക്കാൾ, ഗോഡ്സ് ഓൺ കൺട്രി എന്നറിയപ്പെടുന്ന കേരളത്തെക്കാൾ ഹരിതാപമാണ് നമ്മുടെ RCM വേൾഡിനുള്ളിൽ. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ TCGയെ കുറിച്ച് മലയാള പത്രത്തിൽ വന്ന ഒരു ലേഖനം മലയാളത്തിൽ കണ്ടു അല്ലേ? രാജസ്ഥാനിൽ എവിടെ മരം ആളുകൾ മുറിച്ചു മാറ്റുന്നു എന്ന് കണ്ടാൽ അദ്ദേഹത്തിന്റെ സംഘം വലിയ വണ്ടിയിൽ വലിയ ബുൾഡോസറുമായിട്ട് പോയിട്ട് ആ മരത്തെ മുരടോട് കൂടിയിട്ട് പിഴുതെടുത്ത് അദ്ദേഹത്തിന്റെ 2000 ഏക്കർ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചിടുന്നു. അദ്ദേഹത്തെ കുറിച്ചിട്ട് മലയാളത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. പത്രത്തിൽ കാണാത്ത ആളുകൾക്ക് ലീഡർമാരെന്ന് ചോദിച്ചാൽ അദ്ദേഹം കാണിച്ചത്. ഇതാണ് കമ്പനിയുടെ ഹെഡ് ഓഫീസ്. കമ്പനി 25 വർഷം പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ RCMലേക്ക് വരുമ്പോൾ 5 വർഷമായിട്ടേ ഉള്ളൂ. ഇവിടെ നമ്മൾ ഇരുന്ന് ഈ ഒരു ഗുഡ് ഓൺ സെലിബ്രേഷൻ ആഘോഷിക്കുന്ന സമയത്ത് 25 ഇയേഴ്സ് കമ്പനി പൂർത്തീകരിച്ചു. ഇപ്പോ നമ്മൾ റണ്ണിംഗ് കമ്പനിയുടെ സിൽവർ ജൂബിലി ഇയറിലാണ്. മനസ്സിലായ? भी 2 बार आपको सुनना ना पड़े और हम लोग और एक्स्ट्रा कनेक्ट कर सके. So for that we have a target to achieve, which is to make Kerala number 1 in good dot sale in 2025. Are you ready? Yes. നമസ്കാരം എല്ലാവർക്കും. 2020 ഏറ്റവും വലിയൊരു ടാർഗറ്റ് ഗുഡ് ഡോട്ടിന്റെ മെയിൻ ടാർഗറ്റ്. ഇപ്പൊ വരുന്ന ചെറിയ ചെറിയ ടാർഗറ്റുകളൊന്നും നോക്കണ്ട. നമ്മൾ ഗുഡ് ഡോട്ടിനെ 1ാം സ്ഥാനത്തേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ മെയിൻ ടാർഗറ്റായിട്ട് എടുക്കുക. മലയാളത്തിൽ സ്റ്റേജിൽ നിന്ന് ചാൾസ് സാർ ഒന്ന് സംസാരിക്കുന്നുണ്ടായിരിക്കും, അതെല്ലാവരും കേൾക്കുക. Yes.
ഒന്നാം കാരണം നിങ്ങളൊക്കെ തന്നെയാണ്. അതായത് നമ്മുടെ ഫുഡ് ഉൽപ്പന്നങ്ങളായി 8 ഐറ്റംസ് എന്നോട് വെജ് കിച്ചൺ റെസ്റ്റോറൻറ്റിൽ ലഭിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ മലപ്പുറത്തു നിന്നും പാലക്കാട് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും വന്ന് ഭക്ഷണം കഴിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നേ തിരഞ്ഞെടുത്തത്. ഒന്നുമില്ല, തുടക്കത്തിൽ ഞാൻ വന്ന് ഫുഡ്കോർട്ടിന്റെ പ്രോട്ടീസ്, ബൈറ്റ്സ്, നൂഡിൽസ് ഇതെല്ലാം വീട്ടിൽ നിന്ന് പാകം ചെയ്ത് നമ്മുടെ റേഷൻ വീടുകളിൽ എത്തിച്ചു. പിന്നീട് അതിനുശേഷം അതൊരു ബിസിനസ്സായി മാറ്റിയെടുത്തതുമാണ്. പക്ഷെ എനിക്ക് ഏകദേശം 25 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഹോട്ടൽ ഫീൽഡിൽ. അതുകൊണ്ടാണ് ഈ മേഖല ഞാൻ തിരഞ്ഞെടുത്തത്. ഓക്കെ, ജീവിക്കുന്നു, കുടുംബസമേതം ആർസ്യം ബിസിനസ് ചെയ്യുന്നു. എന്തായാലും നമ്മൾക്കൊക്കെ ഒരു നല്ലൊരു സന്തോഷം അല്ലേ? എത്രയോ ആളുകള് നമ്മൾക്ക് സ്റ്റേജിൽ കയറി റെക്കഗ്നേഷനൊക്കെ കിട്ടി. സന്തോഷത്തിന്റെ നിമിഷമാണ് നമ്മൾക്ക് വന്ന ഓരോ വ്യക്തികൾക്കും അല്ലേ? അപ്പൊ ആദ്യം തന്നെ നമ്മൾക്ക് നന്ദി പറയേണ്ടത് നമ്മുടെ എല്ലാമായ DCGയെ